അങ്ങനെ വീണ്ടും ഹംഗ്രി മൃണാളിലേക്ക് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂർ ബിരിയാണിയാണ്. ചോറും കായ ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ലൈം ടീ എത്തി. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ടോപ്പ് വ്യൂ. കായ ബീഫ് കറിയും ചോറും വൈഫിന് തൽക്കാലത്തേക്ക് കൊടുത്തു, തൽക്കാലത്തേക്ക് മാത്രം. ഇതാണ് നമ്മുടെ സൈഡ് പൊട്ടിയ ബാംഗ്ലൂർ ബിരിയാണി. പപ്പടവും ഗ്രേവിയും സള്ളാസും ഒക്കെ കൂടെയുണ്ട്. റൈസ് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ കൈ ഓടിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. 3-4 ചെറിയ പീസൊക്കെ ഉണ്ട്. റൈസ് ഒന്ന് കഴിച്ചു നോക്കി, എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ ബിരിയാണി കഴിക്കുന്നത്. ഇതാണ് ബാംഗ്ലൂർ ബിരിയാണിയുടെ ഒതൻറ്റിക് ടേസ്റ്റ് എങ്കിൽ എനിക്ക് പറ്റിയതായിരിക്കില്ല ചിലപ്പം ബാംഗ്ലൂർ ബിരിയാണി. ചിക്കൻ നല്ല ഹാർഡായിട്ട് തോന്നി. പിന്നെ ഉള്ളിലേക്കൊന്നും അത്ര ഒരു മസാല, ഒരു ഫ്ലേവർ വന്നിട്ടില്ല. വന്ന ഫ്ലേവർ ആണെങ്കിൽ തന്നെ എന്തോ ഒരു തരം ഫ്ലേവർ. നമുക്ക് ഈ ഗ്രേവിക്ക് ഇതിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒഴിച്ചു നോക്കി, എന്നിട്ട് കുഴച്ച് കഴിച്ചു നോക്കി, പക്ഷേ ഒഴിക്കണ്ടായിരുന്നു. കുറച്ച് സള്ളാസ് ഒന്ന് കൂട്ടി കഴിച്ചു, അത് പിന്നെയും കുഴപ്പമില്ല. പപ്പടം എടുത്തു, നല്ലോണം പൊടിച്ചു, പീസാക്കി. എന്നിട്ട് നമ്മുടെ നായകനെ ഒന്ന് വിളിച്ചു രക്ഷയ്ക്ക്. ബീഫൊന്നും കാണുന്നില്ലല്ലോ, മൊത്തം കായാണല്ലോ. കായെങ്കിൽ കായ, അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. എന്ത് ചെയ്തിട്ടൊരു മെനയാവുന്നില്ലല്ലോ ബാംഗ്ലൂർ സജിയെ. ഇനി എൻ്റെ കംഫർട്ട് സോണിലേക്ക് പോവുകയാണ്. ഒരു കപ്പ എടുക്കുക. ആ കപ്പ തലോടാൻ തന്നെ എന്തൊരു രസമാണ്. കുറച്ച് കപ്പ എടുക്കുക, പിന്നെ ഒരു ബീഫും അതൊന്ന് എടുത്ത് കഴിച്ചു നോക്കി. ഒരേ പൊളി. പിന്നെ കുറച്ച് കട്ടത്തൈര് ഇങ്ങോട്ട് ചോറിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ചോറ് ചെറുതായിട്ടൊന്ന് കുഴച്ച് ആ ഒരു പരുവത്തിനാക്കിയിട്ട് ഒരു ബീഫ് ഇങ്ങോട്ട് എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു കപ്പയും കുറച്ചൊരു പപ്പടവും കൂടി എടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ല. ഈ അവിയൽ കാണാൻ തന്നെ എന്ത് രസമാണ്. എന്തോ ഒരു കളർ, ഈ കളർ എന്നെ ഹഠാതെ ആകർഷിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ കായ ബീഫ് കറിയിൽ ബീഫ് അങ്ങനെ കാണുന്നില്ലല്ലോ. കണ്ടോ ആകെ കിട്ടിയത് 3 ചെറിയ പീസ്. 2 കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പിടിച്ച് മാറ്റിയതിനെ കൊണ്ട് 3 പീസ്, അല്ലെ 2 പീസ്. ഈ 2 പീസിന് ആ നമ്പറിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ ആദ്യത്തെ കഷ്ണം കഴിക്കുമ്പോഴാണ് ഈ കായ ബീഫ് കറിയിലെ ബീഫാണ് നമുക്ക് മനസ്സിലാവുക. ഈ 2ാമത്തെ കഷ്ണം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൊള്ളാലോ, ഈ ബീഫ് കൊള്ളാലോ. ഈ 3ാമത്തെ കഷ്ണത്തിന് വേണ്ടി കറി തിരയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തൊട്ട് മുമ്പ് കഴിച്ച കഷ്ണമില്ലേ, അതായിരുന്നു 110 രൂപേൻ്റെ കായ ബീഫ് കറിയിലെ ലാസ്റ്റ് കഷ്ണമെന്ന്. പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ആർത്തിയുള്ളത് കൊണ്ട് കഴിച്ചു പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഹംഗ്രി മൃണാൾ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ക്യാഷ് ഈ ഒരൊറ്റ ഐറ്റത്തിൽ നിന്ന് കിട്ടും. ഈച്ച സാർ, പ്രസന്റ് സാർ, നിനക്ക് ഇവിടെ നല്ല സുഖമാണെന്ന് കേട്ടു. AC, ഫ്രീ ഫുഡ്, മാമന്മാരുടെ കൂടെ ഷട്ടിൽ കളി, യോഗം. അപ്പം ശരി.